മഴക്കാല റൈഡിൻ്റെ പുതിയൊരു വീഡിയോ. എന്തെന്ന് വെച്ചാൽ വായിക്കമ്പ, കർണാടക കേരള അതിർത്തിയിലുള്ളൊരു ഗ്രാമം, കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ട് ഒരു നല്ല മഴ നനഞ്ഞ ഒരു യാത്ര. ആ നനഞ്ഞ യാത്രയുടെ ചെറിയ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. ചെറിയ വീഡിയോ ആണ്, 6-7 മിനിറ്റേ ഉണ്ടാവുള്ളൂ. എങ്കിലും നമുക്കൊന്ന് കണ്ടു നോക്കാം. ജൂണിന് മുന്നേ തന്നെ കാലവർഷം എത്തിയോണ്ടാന്ന് തോന്നുന്നു. തോടും പുഴയൊക്കെ നല്ല കവിഞ്ഞൊഴുകുന്ന പോലെ ഉണ്ട്. നല്ല വെള്ളം നല്ല കുത്തി ഒലിച്ച് നല്ല ശബ്ദത്തോടു കൂടിയിട്ടാണ് വരുന്നത്. പോരാത്തതിന് റെഡ് അലർട്ടും പിന്നെ കാറ്റും. വെള്ളമായതുകൊണ്ട് തന്നെ നനഞ്ഞിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. ലെൻസിലൊക്കെ വെള്ളമായെന്ന് തോന്നുന്നു. തീരെ ക്ലാരിറ്റി ഇല്ലാണ്ടായിട്ടുണ്ട്. അതുപോലെ മഴയായിരുന്നു. വാട്ടർ പ്രൂഫ് കവർ കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഞാനിപ്പോൾ പോകുന്ന ഈ സ്ഥലത്തെപ്പറ്റി പറയാം. കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം ആലക്കോടൊക്കെ കഴിഞ്ഞ് കാർത്തിയൂരം കഴിഞ്ഞ് മണക്കടവും കഴിഞ്ഞ് ചീക്കാട് റോഡിലോട്ട് പോയി അവിടെ നിന്ന് തിരിഞ്ഞ് വായിക്കമ്പ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. അവിടെ കൊണ്ട് റോഡ് അവസാനിക്കുകയാണ്. ഈ വായിക്കമ്പ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് റോഡ് അവസാനിക്കുകയാണ്. പിന്നെ കർണാടക ഫോറസ്റ്റാണ്. മുന്നേ ആ ഒരു ഇരുമ്പ് പാലമുണ്ട്. ആ പാലം കടന്ന് മുകളിലോട്ട് പോയി വനത്തിൽ കൂടെ നടക്കാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊന്നും വിടുന്നൊന്നുമില്ല. പിന്നെ ആനകൾ ഇറങ്ങുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് വേണം പോകാൻ. വേനൽക്കാലത്ത് വെള്ളമൊന്നും ഉണ്ടല്ല, വരണ്ടുണങ്ങി കിടക്കുകയാണ്. പക്ഷേ മഴ വരുമ്പോഴേക്കും ചെറിയ അരുവികളും തോടുകളെല്ലാം നിറഞ്ഞ് നല്ല കുത്തി ഒഴുകി ശക്തിയിലാണ് വെള്ളം വരുന്നത്. വനത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല തണുപ്പും കാറ്റും ഒക്കെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മഴക്കാലത്തൊക്കെ ഇതിലേ പോകുമ്പം ഈ മരത്തിൻ്റെയൊക്കെ കമ്പൊക്കെ പൊട്ടി വീഴും. മണ്ണിടിച്ചിലൊക്കെ ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകും. അതുകൊണ്ട് മഴക്കാലത്തൊക്കെ ഉള്ള ഇതിൽ യാത്ര എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കുറച്ച് മഴയൊന്നും ഒതുങ്ങിയാലും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്. പക്ഷേ വേനലായി കഴിഞ്ഞാൽ വരണ്ടുണങ്ങിയിരിക്കുന്ന സ്ഥലമാണ്. കണ്ണൂർ ടൗണിൽ നിന്ന് ഇവിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു 60 കിലോമീറ്ററോളം ദൂരം ഉണ്ടാകും. ഏതാണ്ട് 2 മണിക്കൂർ യാത്ര ചെയ്താൽ 2-2.5 മണിക്കൂർ യാത്ര ചെയ്താലേ ഇവിടെ എത്താൻ പറ്റുള്ളൂ. ഇവിടെ എത്തിയാൽ മറ്റൊരു ലോകമാണ്. ഒരുപാട് ജനങ്ങളൊന്നും താമസിക്കുന്നില്ല. തിങ്ങിപ്പാർക്കുന്ന ഏരിയ അല്ല. ചെറിയ സ്കൂളോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പള്ളികളുണ്ട്, അമ്പലങ്ങളുണ്ട്, ചെറിയ ടൗണുണ്ട് അടുത്തായിട്ട്. അതൊക്കെ തന്നെയേ ഉള്ളൂ. മഴയാൽ അട്ടശല്യമൊക്കെ ഉണ്ടാവും, അത് സൂക്ഷിക്കണം. ഇവിടെ ഈ വായിക്കമ്പിൽ ഇപ്പം 2-3 റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാമിലിയായിട്ടും കപ്പിൾസിനൊക്കെ വന്ന് താമസിക്കാനും ബാച്ചിലേഴ്സ് പാർട്ടി നടത്താനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. മറ്റൊരു ആംബിയൻസാണ്. ടൗണിൽ നിന്ന് കുറേ മാറി അതിൻ്റെ ശബ്ദ കോലാഹലങ്ങളൊന്നും ഇല്ലാതെ 1-2 ദിവസം ജീവിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അതുപോലെ കുറച്ച് അഡ്വഞ്ചേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ്. ഈ സ്ഥലത്ത് വെച്ച് റോഡ് അവസാനിക്കുകയാണ്. പിന്നെ റോഡില്ല. അവിടുത്തെ ആ വെള്ളമാണ് ഈ കാണുന്നത്. നല്ല മഴ വരുമ്പോൾ ഇതിലും കൂടുതൽ വെള്ളം ഉണ്ടാവും. ഈ ഇരുമ്പ് പാലത്തിൽ കൂടെ കയറി നടന്നു കഴിഞ്ഞാൽ കർണാടകത്തിലോട്ടാണ് തോന്നുന്നു നടക്കുന്നത്. അവിടെ ബോർഡുണ്ട്, ആനകളൊക്കെ ഇറങ്ങുന്നുണ്ട്, സൂക്ഷിക്കാനൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. ഭയങ്കര മഴയായിരുന്നു. ബൈക്കിൽ പോയപ്പം ക്യാമറയിലൊന്നും പിടിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം ക്യാമറ മുഴുവൻ വെള്ളത്തിൽ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും നനഞ്ഞു കുടിച്ചു. റെയിൻകോട്ട് ഇട്ടിട്ടൊന്നും കാര്യമില്ല, അത്രയ്ക്ക് മഴയായിരുന്നു. റെഡ് അലർട്ടിൻ്റെ മഴ നന്നായി തന്നെ ബാധിച്ചു. കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ബൈക്കിൻ്റെ കുറച്ച് സ്റ്റിൽസും കുറച്ച് സിനിമാറ്റിക് വ്യൂസും ഒക്കെ എടുത്തിട്ട് ഞാൻ പതുക്കെ തിരിച്ചു പോവുകയാണ്.